2022 ഉടമ്പടി എടുത്തിട്ട് എൻ്റെ കല്യാണം ഇങ്ങനെ ലേറ്റായി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ കല്യാണം നടക്കാത്തത് കണ്ടപ്പോൾ മാതാവിൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു ഇനി കൃപാസനത്തിലേക്ക് വരില്ല എന്ന്. അപ്പോൾ അമ്മ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി തോന്നി. അങ്ങനെ അന്ന് രാത്രി 2023 രാത്രി ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു, മാതാവിനെയും കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണം നടക്കും. അന്ന് എനിക്ക് 26 വയസ്സായിരുന്നു. 29ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം നടക്കുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ ഞാനത് ഉറച്ച് വിശ്വസിച്ചു. 29 വയസ്സ് വരെ വെയിറ്റ് ചെയ്തു ഞാൻ. അതിനിടയിൽ ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും കല്യാണം നടന്നില്ല. അങ്ങനെ ഞാൻ അതുവരെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി റിന്യൂ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. മാതാവുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. എൻ്റെ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. ഒരു അമ്മ മകൾ ബന്ധം അത്രയും സ്ട്രോങ് ആയ ഒരു ബോണ്ടായിരുന്നു ഞാൻ മാതാവും തമ്മിൽ. ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ ഹസ്ബൻഡും ഹിന്ദുവാണ്. അതിലുപരി ഞാൻ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മാതാവിന് അത് നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. എന്നെ മനസ്സിലാക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെ തന്നെ വേണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഓരോ പ്രപ്പോസൽ വരുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിച്ചതുപോലത്തെ പ്രപ്പോസൽ അല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയും മാതാവ് ഞാൻ ഹാപ്പി അല്ല എന്ന്. മാതാവ് എന്ത് ചെയ്യുന്നത് എനിക്ക് വരുന്ന പ്രപ്പോസൽ ഞാൻ ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ ആ പ്രപ്പോസൽ അതുവഴി പോകും. അപ്പോൾ ഇതുവരെ എനിക്ക് വന്നുകൊണ്ടിരുന്ന പ്രപ്പോസലൊന്നും ഓക്കെ അല്ലായിരുന്നു. ഞാൻ ഫെബ്രുവരി 27 എൻ്റെ ബർത്ത്ഡേ. 27 എൻ്റെ ബർത്ത്ഡേയും 28 എൻ്റെ കല്യാണവും മാതാവ് നടത്തി തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി 27 എനിക്ക് 29th കംപ്ലീറ്റ് ആയി. 29 വയസ്സ് എനിക്ക് പൂർത്തിയായി. 28ാമത്തെ ദിവസം മാതാവിൻ്റെ കല്യാണം നടത്തി തന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ കാണാം. കാരണം ഞാൻ എന്ത് പറഞ്ഞത് അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈശോയുടെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു.